അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റേത് കൊലപാതകത്തിന് തുല്യമായ ചികിത്സാ പിഴവാണെന്ന ഞെട്ടിക്കുന്ന ആരോപണവുമായി ഡോക്യുമെന്ററി സംവിധായകൻ അനന്തു സുരേഷ് കുമാർ രംഗത്ത്. ബാലചന്ദ്രകുമാറിനെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ചില ഡോക്ടർമാർ ഗൂഢാലോചന നടത്തിയെന്നും ഇതിലൊരു പ്രമുഖ നടന്റെ ബന്ധുവായ ഡോക്ടർക്ക് പങ്കുണ്ടെന്നും ആരോപിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഒരു പ്രമുഖ കേസിൽ സാക്ഷിയായ ബാലചന്ദ്രകുമാറിനെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നുവെന്നാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം. ബാലചന്ദ്രകുമാറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അനന്തു ഉയർത്തുന്ന പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. കിഡ്നി സ്റ്റോൺ നീക്കം ചെയ്യാനെത്തിയ ബാലചന്ദ്രകുമാറിനെ അണുബാധ കുറഞ്ഞതിനു ശേഷം ശസ്ത്രക്രിയ ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞ ഡോക്ടർ പെട്ടെന്ന് തീരുമാനം മാറ്റി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും വൃക്കകൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. യാതൊരു കുഴപ്പവുമില്ലാത്ത രണ്ടാമത്തെ കിഡ്നിയിലും രോഗിയുടെ അനുവാദമില്ലാതെ സ്റ്റെന്റ് ഇട്ടു. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന് സേഫ് സൈഡിന് എന്ന വിചിത്രമായ മറുപടിയാണ് ലഭിച്ചത്. കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് തൊട്ടു മുൻപ് ഹൃദയത്തിന് കുഴപ്പമില്ലെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറുടെ റിപ്പോർട്ട് മറ്റൊരു ആശുപത്രിയിൽ പരിശോധിച്ചപ്പോൾ തെറ്റാണെന്ന് തെളിഞ്ഞു. 6 ദിവസത്തിനുള്ളിൽ 6 ബ്ലോക്കുകൾ എങ്ങനെ വന്നുവെന്ന ചോദ്യത്തിന് ഡോക്ടർമാർക്ക് മറുപടിയില്ലായിരുന്നു. ബാലചന്ദ്രകുമാറിനെ ചികിത്സിച്ച സീനിയർ ഡോക്ടർക്ക് ഒരു പ്രമുഖ നടനുമായി അടുത്ത ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. ബാലചന്ദ്രകുമാർ എന്തിനാണ് ആ നടനെതിരെ നിൽക്കുന്നതെന്ന് ഇതേ ഡോക്ടർ ഒരു ബന്ധുവിനോട് ചോദിച്ചതായും പരാതിയിൽ പറയുന്നു. ഈ ഡോക്ടർ പിന്നീട് ദീർഘകാല അവധിയിൽ പ്രവേശിച്ചതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ബാലചന്ദ്രകുമാറിന്റെ മരണം മാത്രമല്ല, ഇതേ കേസുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന 3 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന് അനന്തു ആരോപിക്കുന്നു. ജയിൽ സൂപ്രണ്ടന്റായിരുന്ന ഉദ്യോഗസ്ഥന്റെ മരണം, കേസിലെ പ്രതിയുടെ ഫോണുകൾ പരിശോധിച്ച യുവാവിന്റെ വാഹനാപകട മരണം, ഒരു ഓൺലൈൻ ചാനൽ ഉടമയുടെ മരണം. ഈ മരണങ്ങളിലെല്ലാം കൃത്യമായ അന്വേഷണം വേണമെന്നും ബാലചന്ദ്രകുമാറിനെ വകവരുത്താൻ ഡോക്ടർമാർ ആർക്ക് വേണ്ടിയാണ് ഒത്താശ ചെയ്തതെന്ന് പുറത്തുകൊണ്ടുവരണമെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നിയമചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഇത് വെറുമൊരു പരാതിയായതുകൊണ്ടാണ് ആശുപത്രിയുടെയോ ഡോക്ടർമാരുടെയോ പേരുകൾ വെളിപ്പെടുത്താത്തത്. പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ടാൽ ആ പേരുകൾ പുറത്തുവിടും.